ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഫ്രഞ്ച് സാഹിത്യകാരനായ വിശ്വപ്രസിദ്ധനായ വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിൻ്റെ അവസാന ഭാഗം. കോടതി ലായസ് മറാൾഡയ്ക്ക് മരണശിക്ഷ വിധിച്ചതിന് ശേഷം പിയർ ഗ്രീൻഷ്വാർ തളർന്ന ശരീരവും തകർന്ന മനസ്സുമായി നിരാശയിലാണ്ടു. ജീവിതത്തോട് തന്നെ ഗ്രീൻഷ്വാറിന് വിരക്തി പൂണ്ടു. ചിലപ്പോൾ ഏകാന്തതയിലും ചിലപ്പോൾ ഒരു ലക്ഷ്യവുമില്ലാതെ പാരീസിലെ വിജന സ്ഥലങ്ങളിലും ഗ്രീൻഷ്വാർ അലഞ്ഞു നടന്നു. അവളെപ്പറ്റി പിന്നീടൊന്നും തിരക്കാനില്ലാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അതിന് തുനിയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഒരു ദിവസം അദ്ദേഹം ഈ ഫോർലേക്കിലെ മനോഹരമായ പള്ളിയുടെ പിറകുവശത്തുള്ള കൊത്തുപണികൾ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശില്പകലയിൽ പ്രകടമായ ലോകത്തെ കണ്ട് ദിവ്യമായ ഒരു ആനന്ദത്തിൽ മുഴുകിയിരുന്ന ആ നിമിഷം പെട്ടെന്ന് തൻ്റെ തോളത്ത് ഒരു ഭാരിച്ച കൈ വയ്ക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. തിരിഞ്ഞു നോക്കി അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോയി. ആർച്ച് ഡീക്കനെ കണ്ടിട്ട് വളരെ കാലമായതാണ് അതിന് കാരണം. ആർച്ച് ഡീക്കൻ ഗ്രീൻഷ്വാറിൻ്റെ അടുത്ത് കുറേ നേരം മിണ്ടാതെ നിന്നു. അതിനാൽ ഗ്രീൻഷ്വാറിന് അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തിൽ വളരെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ കണ്ണുകൾ കുഴിഞ്ഞ് തലമുടി മിക്കവാറും നരച്ച് അദ്ദേഹം ശിശിരകാല പ്രഭാതം പോലെ മാറിയിരിക്കുന്നുവെന്ന് ഗ്രീൻഷ്വാർ മനസ്സിൽ പറഞ്ഞു. ഒരു തരം നിർവികാരതയും എന്നാൽ ഗൗരവം നിറഞ്ഞതുമായ സ്വരത്തിൽ പുരോഹിതൻ പറഞ്ഞു, പിയർ, എന്തുണ്ട് വിശേഷം? കണ്ടിട്ട് കുറേ കാലമായല്ലോ. നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു? പള്ളിയിലെ കീർത്തന മണ്ഡപത്തിൽ കണ്ണുന്നിട്ട് ഗ്രീൻഷ്വാർ ഒരു തത്വജ്ഞാനിയുടെ മട്ടിൽ പറഞ്ഞു, ഞാനിപ്പോഴും മഹാകാവ്യങ്ങളും നാടകങ്ങളും എല്ലാം എഴുതുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പല്ലുകൊണ്ട് കസാര പൊക്കിയെടുക്കുന്ന അഭ്യാസം കാണിച്ച് കാശുണ്ടാക്കി ഇപ്പോൾ പട്ടിണി കൂടാതെ കഴിയുന്നു. രണ്ടാമത് പറഞ്ഞ പണി ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. പൈറോണിൻ്റെ തത്വജ്ഞാനം ഉൾക്കൊണ്ട് സകലത്തിനെയും സമതുലിതമായി കാണുന്നു. ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം നീചം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തൊഴിലുമില്ല. വാചാലമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഗ്രീൻഷ്വാറിനെ ഈ പോക്കിന് വിട്ടാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ആർച്ച് ഡീക്കൻ വളരെ മിടുക്കോടെ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു, അതെനിക്കറിയാം. നിന്റെ ഭാര്യയെപ്പറ്റി വല്ല വിവരവുമുണ്ടോ? അവൾ നോത്രദാമിലെ ഒരു രക്ഷാകേന്ദ്രത്തിൽ പോയി എന്നും അവിടെ അവൾ സുരക്ഷിതയായി കഴിയുകയാണെന്നും ഒരു സുഹൃത്തിൽ നിന്നും അറിയാനിടയായി. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ വീണ്ടും അവളെ പിടികൂടി അധികാരികൾ അവളെ ഗ്രേവിൽ വെച്ച് തൂക്കിക്കൊല്ലുമെന്ന് കേട്ടു. അവളെ അറസ്റ്റ് ചെയ്യാൻ പാർലമെന്റ് ഒരു അടിയന്തര നിയമം പാസാക്കിയെന്നും ആളുകൾ പറയുന്നു. അത് കേട്ട് നാടകകൃത്ത് ദേഷ്യപ്പെട്ടു ചോദിച്ചു, ഏത് പിശാചാണ് അവളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്? നോത്രദാമിലെ മതിൽക്കെട്ടിനുള്ളിൽ ഒരു പെൺകുട്ടി അഭയം പ്രാപിച്ചാൽ എന്തു ദോഷമാണ് ഉണ്ടാവുക? ലോകത്ത് പിശാചുക്കൾക്ക് ഒരു കുറവുമില്ല. ആർച്ച് ഡീക്കൻ അവൻ്റെ വികാരാഗ്നിയെ ആളിക്കത്തിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു. സ്വൽപ്പനേരം മൗനത്തിലിരുന്ന് അദ്ദേഹം ഗ്രീൻഷ്വാറിനോട് ഉത്കണ്ഠയോടെ ആരാഞ്ഞു, ഒരിക്കലവൾ നിന്റെ ജീവനെ രക്ഷിച്ചിരുന്നുവെന്ന് കേൾക്കുന്നത് ശരിയാണോ? ജിപ്സികൾ എന്നെ തൂക്കിക്കൊല്ലുമായിരുന്നു. അവസാന നിമിഷത്തിൽ അവൾ വന്നില്ലെങ്കിൽ എന്നെ അവർ തൂക്കിക്കൊന്നേനെ. എങ്കിൽ അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അവളെ രക്ഷപ്പെടുത്തുന്നതിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? വിചാരിച്ചാൽ കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം
ഗ്രിൻഷോറിന്റെ മുഖത്തെ ഭാവം സശ്രദ്ധം വീഴ്ചയതിനു ശേഷം ഇങ്ങനെ തുടർന്നു. നിന്റെ ജീവൻ അവളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അത് നീ മറക്കരുത്. ശ്രദ്ധിച്ചു കേൾക്കൂ. നിന്നോട് എല്ലാം തുറന്നു പറയാം. നോത്രദാം പള്ളി ഒരു രക്ഷാകേന്ദ്രം കൂടിയാണ്. അതിനാൽ പള്ളിയിൽ സദാസമയവും കാവലുണ്ട്. എങ്കിലും ആരും അറിയാതെ നിന്നെ ഞാൻ അകത്തേക്ക് കടത്തിവിടാം. നിന്നെ അവളുടെ അടുത്തെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആകാംക്ഷയോടെ ചെവി കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്ന ഗ്രീൻഷോർ ഇടയ്ക്ക് കയറി ചോദിച്ചു, പിന്നെ ഞാൻ എന്തു വേണം? ആർച്ച് ഡീക്കൻ തുടർന്നു. അവളും നീയും പരസ്പരം വേഷം മാറണം. ഏത് സമയത്തും രക്ഷാകേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദമുണ്ട്. അവൾ നിന്റെ വേഷം ധരിച്ചുകൊണ്ട് പുറത്തു വരും. നീ അവളുടെ വേഷത്തിൽ രക്ഷാകേന്ദ്രത്തിൽ താമസിക്കും. ഒരുപക്ഷെ പിന്നീട് നിനക്ക് തൂക്കുമരത്തിൽ കയറേണ്ടി വന്നേക്കാം. എന്നാലും അവൾ രക്ഷപ്പെടുമല്ലോ. തൻ്റെ മനസ്സിൽ ഒരിക്കലും തോന്നാത്ത ഒരാശയം ആർച്ച് ഡീക്കനിൽ നിന്ന് കേട്ട് ഗ്രീൻഷോർ ഒരു നിമിഷം നെറ്റി തിരുമിക്കൊണ്ട് നിന്നു. നിർഭാഗ്യമായൊരു കാറ്റ് മഴക്കാർ കൊണ്ട് സൂര്യബിംബത്തെ മറയ്ക്കുന്നതുപോലെ ഗ്രീൻഷോറിൻ്റെ മുഖം പെട്ടെന്നിരുണ്ടു. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആർച്ച് ഡീക്കൻ കവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ഈ പരിപാടിയെപ്പറ്റി നീ എന്തു പറയുന്നു? തീർച്ചയായും അവരെന്നെ തൂക്കിക്കൊല്ലും. വേറൊരാൾക്ക് വേണ്ടി ഞാൻ എന്തിന് എൻ്റെ തല തൂക്കുമരത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം? അത് കേട്ട് ആർച്ച് ഡീക്കൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ വളരെ മനോഹരമായി തോന്നുന്ന ഈ ജീവിതം ആരുടെ കരുണ കൊണ്ടാണ് കിട്ടിയതെന്ന കാര്യം നീ മറക്കരുത്. നിനക്കവളെ ചാകാൻ വിട്ടിട്ട് സുഖമായി കഴിയാം. പക്ഷേ പിന്നീടുള്ള നിന്റെ ജീവിതം അവളിൽ നിന്ന് കവർന്നെടുത്ത ജീവൻ കൊണ്ടുള്ള ശപിക്കപ്പെട്ട ജീവിതമായിരിക്കും. നിനക്ക് വേണ്ടി അവൾ അനുഷ്ഠിച്ച ത്യാഗത്തിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? ഔദാര്യം കാണിക്കാനുള്ള മാതൃക ആ പാവം നിനക്ക് കാട്ടിത്തന്നു. ആ മാതൃക പിന്തുടരേണ്ടത് നിന്റെ കടമയാണ്. നീയും അവളോട് ഔദാര്യം കാണിക്കേ. ആദ്യമൊക്കെ ഒരു തീരുമാനവും എടുക്കാത്ത മുഖഭാവത്തോടെ നിന്നിരുന്ന ഗ്രീൻഷോറിൽ നിന്ന് മറുപടിക്ക് വേണ്ടി ആർച്ച് ഡീക്കൻ കാത്തുനിന്നു. അല്പം കഴിഞ്ഞ് കവി ഹൃദയം അലിയാൻ തുടങ്ങി. എന്തോ ചിന്തിച്ച പോലെ ചൂണ്ടുവിരൽ മൂക്കിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നാന്തരം ആശയം ഇപ്പോൾ എൻ്റെ മനസ്സിലുദിക്കുന്നുണ്ട്. നാടോടികളുടെ കണ്ണിലുണ്ണിയാണ് അവൾ. അവളെ വീണ്ടും അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലുമെന്ന് അവരറിഞ്ഞാൽ അവരിളകും. നോത്രദാമിൽ പെട്ടെന്ന് ഒരാക്രമണം നടത്തുക. എന്നിട്ട് കുഴപ്പത്തിനിടയിൽ അവളെ തട്ടിക്കൊണ്ടു പോവുക. ഇതേപ്പറ്റി എന്തു പറയുന്നു? കോപത്തോടുകൂടി ആർച്ച് ഡീക്കൻ ചോദിച്ചു. അതിനുള്ള മാർഗം എന്താണ്? അത് കേട്ട് ഗ്രീൻഷോറിൻ്റെ ഇരുണ്ട് കരുവാളിച്ച മുഖം വിജയപ്രഭയാൽ തിളങ്ങി. അദ്ദേഹം ആർച്ച് ഡീക്കൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അന്നേരം അവിടെയെങ്ങും തെരുവിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹം അസ്വസ്ഥനായി നോക്കിക്കൊണ്ട് പുരോഹിതനോട് യാത്ര ചോദിച്ചു. ആർച്ച് ഡീക്കൻ ഗ്രീൻഷോറിനോട് തറപ്പിച്ച് പറഞ്ഞു, എങ്കിൽ നാളെ തന്നെ. നാളെ തന്നെ. ഗ്രീൻഷോറും അത് ആവർത്തിച്ചു. ആർച്ച് ഡീക്കൻ തെരുവിൻ്റെ ഒരു വശത്തേക്ക് പോയി. ഗ്രീൻഷോറും മറുവശത്തേക്ക് പോകുന്നതിനിടയിൽ ഇങ്ങനെ ആത്മഗതം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുവൻ ചെറിയവനാണെന്ന് വെച്ച് വലിയ കാര്യങ്ങളിൽ നിന്ന് സംശയിച്ച് പിന്മാറുന്നുവെന്ന് ആരും പറയാനിടയാകരുത്. വളർച്ച പ്രാപിച്ച ഒരു മൂരിയെ പണ്ട് ബീറ്റോ തോളിലെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. വാലുകുലുക്കി പക്ഷിയും രാക്കുയിലും മഹാസമുദ്രം പറന്നു കടക്കുന്നു. പിറ്റേന്ന് തെരുവ് തെണ്ടികളും സാമൂഹ്യവിരുദ്ധരും ജിപ്സികളും പാർക്കുന്ന പാരീസിലെ ചേരി പ്രദേശം സജീവമായി. മദ്യശാലയിൽ സാധാരണയിൽ കവിഞ്ഞ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഏതോ പ്രധാനമായ സംരംഭം സജ്ജീകരിക്കുമ്പോഴെന്ന പോലെ പലരും അവിടെ കൂട്ടം കൂടി നിന്ന് അടക്കിയ സ്വരത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. ചിലർ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ആരംഭിച്ചു. അതിനിടെ ഈജിപ്തിലെയും ബൊഹീമിയയിലെയും ഡ്യൂക്ക് അവർക്ക് പല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. തെണ്ടികളുടെ ചക്രവർത്തി കോപ്ലിൻ ത്രുയൽ ഫൂവിന് ചുറ്റും വളരെ പേർ
തിങ്ങിക്കൂടി നിന്നിരുന്നു. ഭീമാകാരമായ ഒരു വീപ്പയ്ക്കകത്ത് സംഭരിച്ചു വച്ചിരിക്കുന്ന വാരിക്കുന്തങ്ങൾ, അമ്പുകൾ, വില്ലുകൾ, കോടാലികൾ, വാളുകൾ, നായാട്ടുകത്തികൾ, കുന്തമുനകൾ, അറപ്പുവാളുകൾ എന്നിവ പുറത്തേക്കെടുക്കപ്പെട്ടു. പെട്ടെന്ന് ചക്രവർത്തിയുടെ സിംഹനാദം അവിടെ എങ്ങും മുഴങ്ങി. വേഗമാകട്ടെ, എല്ലാവരും ആയുധം ധരിക്കുവിൻ. ജനാവലിയെ നോക്കി ഒരു ചെറുപ്പക്കാരൻ ആവേശത്തോടെ ഉറക്കെ സംസാരിച്ചു. സഖാക്കളെ, നമ്മുടെ ഈ യാത്ര ഒരു മഹത്തായ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ളതാണ്. ഈ നടപടി നാം പരിഭാവനമായി കരുതണം. നമ്മൾ നോത്രദാമിനെ വളയും ആക്രമിക്കും. അവിടുത്തെ വാതിലുകൾ നാം തല്ലി തകർക്കും. നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ സോദരിയെ നീതിപാലകന്മാരും പുരോഹിതന്മാരും തടവിൽ വെച്ചിരിക്കുകയാണ്. നാം അവളെ ബലം പ്രയോഗിച്ച് അക്രമമാർഗം കയ്യിലെടുത്തുകൊണ്ട് തന്നെ മോചിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ നീതി ലഭിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. മാത്രവുമല്ല, നാം ചെയ്യാനുള്ളത് ഉടൻ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സഹോദരിയുടെ ജീവൻ അപഹരിക്കപ്പെടും. കിരാതന്മാർ അവളെ കഴിവിലേറ്റി രസിക്കും. അതിനിടയാക്കരുത്. അവൾക്ക് പകരം വേണ്ടി വന്നാൽ നാം ദുഷ്ടനായ നോത്രദാമിലെ കൂനനെ കഴിവിലേറ്റും. യുവാവിൻ്റെ അഭിപ്രായം ആൾക്കൂട്ടം കരഘോഷം മുഴക്കി സ്വാഗതം ചെയ്തു. മദ്യപിച്ച് ലെക്ക് കെട്ട ഒരാൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്നൊരു ഉദ്യോഗസ്ഥനാക്കാൻ ശ്രമിച്ചു. പിതാവാകട്ടെ ഞാനൊരു പാതിരിയാകണമെന്ന് ആശിച്ചു. പക്ഷേ ഞാൻ വെറും പോക്കിരിയായി. ഇത് കേട്ട് ഗൗരവം നിറഞ്ഞ അന്തരീക്ഷത്തിലും അല്പം രസം പകർന്നു. അതിനിടയിൽ ആരോ നെടുവീർപ്പിട്ടുകൊണ്ട് കരുണയുടെ സ്വരത്തിൽ പറഞ്ഞു, പാവം ലായസ് മറാൽദ, അവൾ നമ്മുടെ എല്ലാം സഹോദരിയാണ്. എന്ത് ത്യാഗം സഹിച്ചും നമുക്ക് അവളെ രക്ഷപ്പെടുത്തണം. അത് കേട്ട് ശ്രോതാക്കളിൽ ഒരാൾ അന്വേഷിച്ചു, അവൾ ഇപ്പോഴും നോത്രദാമിൽ തന്നെ ഉണ്ടോ? എങ്കിൽ എന്തിനാണ് താമസിപ്പിക്കുന്നത്? നമുക്ക് ഉടൻ തന്നെ നോത്രദാമിലേക്ക് പോകാം. ഇതിനിടയ്ക്ക് തെണ്ടികളുടെ രാജാവ് എല്ലാവർക്കും ആയുധ വിതരണം നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഗ്രിൻഷാറിൻ്റെ അടുത്ത് ചെന്ന് ഇപ്പോൾ മണി എത്രയായി എന്ന് ചോദിച്ചു. ഗ്രിൻഷ്വാർ നിഷേധഭാവത്തിൽ തലകുലുക്കി. ഉടൻ തന്നെ തെണ്ടികളുടെ രാജാവ് ഈജിപ്തിലെ ഡ്യൂക്കിനോട് പറഞ്ഞു, ലൂയി ചക്രവർത്തി ബസ്തീൻ കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അത് കേട്ട് ഡ്യൂക്ക് അഭിപ്രായപ്പെട്ടു, എങ്കിൽ സമയം പാഴാക്കാതെ ഉടനെ അവളെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഡ്യൂക്കിനെ അഭിനന്ദിച്ചുകൊണ്ട് തെണ്ടികളുടെ രാജാവ് പറഞ്ഞു, നീ പൗരുഷമുള്ള ഒരാളെപ്പോലെ സംസാരിക്കുന്നത് കേട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ആരെയും ഭയമില്ല. നോത്രദാമിൽ ചെറുത്തുനിൽപ്പുണ്ടാവില്ല. നമ്മൾ കരുത്തന്മാരാണ്. വൈദികന്മാരാകട്ടെ വെറും മുയലുകളും. നാളെ പാർലമെന്റ് ഉദ്യോഗസ്ഥന്മാർ ലായസ് മറാൽദയെ കഴിവിലേറ്റാൻ തിരക്കുമ്പോൾ അവർ വഞ്ചിതരായി തീരട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് അനുയായികളെ നോക്കി ഇടിമുഴക്കത്തിൻ്റെ സ്വരത്തിൽ അയാൾ ഗർജിച്ചു, സമയമായി. നോത്രദാമിൽ എത്തിച്ചേരുന്നതുവരെ ആരും തീപ്പന്തം കത്തിക്കരുത്. അത് കേട്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ജനസമൂഹം സായുധരായി നോത്രദാമിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ജിപ്സികൾ നോത്രദാമിനെ ആക്രമിക്കാൻ പുറപ്പെട്ട അതേ രാത്രിയിൽ മനോവിഷമം കാരണം കോസിമോദോ ഉറങ്ങിയതേയില്ല. ലായസ് മറാൽദയുടെ അറയിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ആർച്ച് ഡീക്കൻ കോസിമോദയോട് സദാസമയവും ക്രൂരമായി പെരുമാറിപ്പോന്നു. എപ്പോഴും അവന് അദ്ദേഹത്തിൽ നിന്ന് ശകാരം, ഭീഷണി, പ്രഹരങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടി വന്നു. ഒരു എതിർവാക്ക് പോലും പറയാതെ അവനെല്ലാം സഹിച്ചു. അദ്ദേഹത്തിൻ്റെ നിഷ്ഠൂരമായ പെരുമാറ്റത്തിന് കോസിമോദയുടെ അനുസരണയ്ക്കും ക്ഷമാശീലത്തിനും ഭക്തിക്കും ആത്മത്യാഗത്തിനും യാതൊരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല. ഉറക്കം വരാത്തതുകൊണ്ട് സമയം കളയാനായി കോസിമോദോ എഴുന്നേറ്റ് പള്ളിയുടെ വടക്കേ ഗോപുരത്തിൽ പോയി പാരീസ് നഗരത്തെ വീക്ഷിച്ചു. മൂടൽമഞ്ഞും ഇരുട്ടും നിറഞ്ഞ നഗരത്തിലേക്ക് നോക്കി നിന്നപ്പോൾ അജ്ഞാതമായൊരു ഭയം അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തി.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ വളരെ കരുതലോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. എന്തെന്നാൽ ഭീകര സംഘത്തിൽപ്പെട്ട പലരും പള്ളിക്ക് ചുറ്റും കറങ്ങി നടക്കുന്നതും രക്ഷാകേന്ദ്രത്തിൽ മിഴിയുറപ്പിക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ ഭീതി പരക്കും. ലായസ് മറാൽദയ്ക്ക് ആപത്ത് വല്ലതും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് അവൻ വ്യാകുലപ്പെടും. അവൻ ഒറ്റ കണ്ണുകൊണ്ട് മഹാനഗരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആറ്റിൻ്റെ തീരത്തുകൂടി വളരെ പേർ വരിവരിയായി വരുന്നത് കണ്ട് നടുങ്ങിപ്പോയി. അവർ നോത്രദാമിനെ നോട്ടമിട്ട് വരികയാണെന്ന് അവന് മനസ്സിലായി. ഈ അർദ്ധരാത്രിയിൽ എന്തിനു വേണ്ടി അവർ വരുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. സംഭ്രമജനകമായ ആ കാഴ്ച അവൻ്റെ ഭയാശങ്കകൾക്ക് പുതിയ ഉണർവ് പകർന്നു. കോസിമോദോ ജിപ്സി പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെപ്പറ്റി തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ. രക്ഷാകേന്ദ്രത്തിൽ അവളുടെ സുരക്ഷിതത്വം ഉറപ്പില്ലാതായി തീർന്നിരിക്കുന്നു. അവളെ വിളിച്ചുണർത്തി പള്ളിക്ക് വെളിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരുത്തിയാൽ എന്തെന്ന് അവൻ വിചാരിച്ചു. പള്ളി സ്ഥിതി ചെയ്തിരുന്നത് ആറ്റിൻ്റെ തീരത്തായിരുന്നതിനാൽ അവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കടത്തുകാരൻ്റെ സഹായം അനുപേക്ഷണീയമായിരുന്നു. അർദ്ധരാത്രിയിൽ കടത്തുകാരനെ കിട്ടുകയും പ്രയാസം തന്നെ. അങ്ങനെ പലതും ആലോചിച്ച് ഒടുവിലവൻ രണ്ടും കൽപ്പിച്ച് ആക്രമണകാരികളെ സധൈര്യം നേരിടാൻ തന്നെ ഉറച്ചു. അതുകൊണ്ട് അല്പം മുമ്പ് അവളെ വിളിച്ചുണർത്താനെടുത്ത തീരുമാനം വേണ്ടെന്ന് വെച്ചിട്ട് അവൻ ശ്വാസമടക്കി നിന്നു. അങ്ങകലെ അനേകം തീപ്പന്തങ്ങൾ ഒരേ സമയത്ത് കത്തിക്കുന്നത് അവൻ കണ്ടു. 100 കണക്കിന് സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടങ്ങിയ ആൾക്കൂട്ടം അപ്പോഴും നോത്രദാമിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. തന്നെ വിഡ്ഢി പാപ്പായാക്കി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് അവരായിരുന്നുവെന്ന് അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. വരുന്നത് വരട്ടെ എന്ന വിചാരത്തോടെ അവനൊരു റാന്തലുമെടുത്ത് പള്ളിയുടെ നടുക്കുള്ള ഒരു വാതിലിനടുത്തെത്തി. അതിനിടയിൽ കോപ്ലിൻ ത്രൂഫൈൽഫു തൻ്റെ സൈന്യത്തെ പള്ളിയുടെ മുമ്പിൽ അണിനിരത്തി കഴിഞ്ഞിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് ജനങ്ങൾ അസാധാരണത്വം കൽപ്പിക്കാറില്ലായിരുന്നു. അക്കാലത്ത് ഇന്നത്തെ പോലെ പോലീസ് സൈന്യം ശക്തമായിരുന്നില്ല. നാടുവാഴി സമ്പ്രദായത്തിൽ ഒരു പട്ടണം പോലും അനേകം മേഖലകളായി തരം തിരിക്കപ്പെട്ടിരുന്നു. ഓരോ മേഖലയ്ക്കും പോലീസ് സൈന്യം വെവ്വേറെ ഉണ്ടായിരുന്നു. ഒരു മേഖലയിലെ സൈന്യത്തിന് ഇതര മേഖലയിൽ യാതൊരു അധികാരവുമില്ല. അന്ന് കൊട്ടാരങ്ങളും നാടുവാഴി പ്രഭുക്കളുടെ മാളികകളും ആക്രമിക്കുന്നതും കൊള്ളയടിക്കുന്നതും നിത്യസംഭവങ്ങളായിരുന്നു. നോത്രദാം പള്ളിയുടെ മുമ്പിൽ നിവർന്നു നിന്ന് കത്തിജ്വലിക്കുന്ന പന്തം ആകാശത്തേക്ക് വീശി കോപ്ലിൻ ത്രൂഫൈൽഫു ഗർജിച്ചു. പാരീസിലെ ബിഷപ്പിനോട് കൂടി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉറക്കെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയുടെ മേൽ വെറുതെയെങ്കിലും ആഭിചാര കുറ്റം ചുമത്തി. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അവൾ ശിക്ഷിക്കപ്പെട്ടു. ഒടുവിലവൾ നോത്രദാമിൽ അഭയം പ്രാപിച്ചു. അതിനാൽ അവളെ രക്ഷിക്കാനുള്ള ചുമതല ഞങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയെ വിശുദ്ധയെന്ന് കരുതുന്നില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ പള്ളി പവിത്രമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പള്ളിക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരിയെ വിട്ടുതരണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ബലം പ്രയോഗിച്ച് അവളെ മോചിപ്പിക്കും. നോത്രദാം ഞങ്ങൾ കൊള്ളയടിക്കും. ഞങ്ങളുടെ കൊടി ഇവിടെ നാട്ടും. ഇത്രയും പറഞ്ഞിട്ട് അയാൾ തൻ്റെ അനുചരന്മാരോട് ആജ്ഞാപിച്ചു, സഹോദരന്മാരെ, മുന്നോട്ട്. ചുറ്റികയും കോടാലികളുമായി കുറേ പേർ പള്ളിയുടെ പ്രധാന വാതിൽ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ കതകുകൾക്ക് ഒരിളക്കവും സംഭവിച്ചില്ല. ത്രൂഫൈൽഫു അവർക്ക് വീണ്ടും ആവേശം പകർന്നുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഒരിക്കലും നിരാശരാകരുത്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേയില്ല. ഏതു വലിയ ത്യാഗത്തിനും നാം ഒരുങ്ങി പുറപ്പെട്ടവരാണ്. വാതിലിൻ്റെ ഉറപ്പുള്ള പൂട്ട് തല്ലി തകർത്ത് നമുക്ക് സഹോദരിയെ മോചിപ്പിക്കാൻ നോക്കാം. അതേ അവസരത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും
ഒരു വലിയ മരത്തടി നിലത്ത് വീണു. അതിനടിയിൽപ്പെട്ട് 4-5 പേർ മരിച്ചു. പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. മുറിവേറ്റവർ വേദന സഹിക്കാനാകാതെ നിലവിളിക്കാൻ തുടങ്ങി. അതോടെ ആൾക്കൂട്ടത്തിൻ്റെ ആവേശവും പ്രതികാര ബുദ്ധിയും 10 മടങ്ങായി. പള്ളിയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ ബഹളം കേട്ടുണർന്നു. അവർക്ക് വെറും കാഴ്ചക്കാരെ പോലെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കോപ്ലിൻ ട്രൂഫൈൽഫു വീണ്ടും അലറി, കതക് തല്ലി പൊളിക്കുവിൻ. നിസ്സാരമായൊരു തടി കഷ്ണം കണ്ട് നിങ്ങൾ പേടിച്ച് വിരണ്ടുപോയോ? ഭീരുക്കൾ! അനേകം പേർ ഒത്തുചേർന്ന് തടി തള്ളി നീക്കി വഴിയുണ്ടാക്കി. പ്രധാന വാതിൽ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ നേർക്ക് ആരോ പാറ കഷ്ണങ്ങൾ എറിഞ്ഞു. കല്ലേറ് കൊണ്ട് പലർക്കും പരിക്കേറ്റു. കോസിമോദോ ഒറ്റയ്ക്ക് പൊരുതുകയായിരുന്നു. ഇനി എന്താണ് വേണ്ടതെന്നറിയാതെ വിഷമിക്കുമ്പോൾ പെട്ടെന്നവൻ തെക്കേ മാളികയിൽ മരാമത്ത് പണികൾ നടക്കുന്നത് ഓർത്തു. അവൻ മിന്നൽ വേഗത്തിൽ അവിടേക്ക് പാഞ്ഞു. കണ്ണാടി ചില്ലുകളും ഇഷ്ടിക കഷ്ണങ്ങളും ലോഹ കഷ്ണങ്ങളും വാരിയെടുത്തുകൊണ്ട് ആളുകളുടെ മേൽ വർഷിക്കാൻ തുടങ്ങി. പിന്നെയും ഒരു വലിയ തടി ചുമലിൽ താങ്ങിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ നേർക്കെറിഞ്ഞു. അത് നിലത്ത് വീണയുടൻ ദീനരോദനങ്ങൾ വീണ്ടും ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു. ആൾക്കൂട്ടം ചിന്നിച്ചിതറി പരക്കം പാഞ്ഞു. കോസിമോദോ ആ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തി. അവരുടെ നേർക്ക് കല്ലുകൾ തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. കല്ലുകളും കട്ടകളും പതിച്ചുകൊണ്ടിരുന്നപ്പോൾ പള്ളി മന്ദിരം ഇടിഞ്ഞു പൊളിഞ്ഞ് തങ്ങളുടെ മേൽ വീഴുകയാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി. ഒട്ടും താമസിയാതെ ആൾക്കൂട്ടം വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കടക്കുമെന്ന കാര്യത്തിൽ കോസിമോദോയ്ക്ക് തെല്ലും സംശയമില്ലായിരുന്നു. അതോർത്ത് ഉത്കണ്ഠാകുലനായ കോസിമോദോയ്ക്ക് പെട്ടെന്ന് ഒരു യുക്തി തോന്നി. പള്ളിയുടെ മച്ചിൽ നിന്ന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന 2 ഓവ് നിറയെ കണ്ണാടി ചില്ലുകളും തടി കഷ്ണങ്ങളും ലോഹ കഷ്ണങ്ങളും ചപ്പും ചവറും വാരിയിട്ട് തീ കൊളുത്തി. ലായസ് മറാൽദയെ മോചിപ്പിക്കാൻ വേണ്ടി ചെന്ന ജനക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ ഖജനാവ് കൊള്ളയടിക്കുന്നതിലേക്ക് തിരിഞ്ഞു. പല അമൂല്യ വസ്തുക്കളും ഖജനാവിൽ സൂക്ഷിച്ചിരുന്നു. ലായസ് മറാൽദയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങൾ വന്നതെന്ന കാര്യം പോലും അവർ മറന്നുപോയി. കൊള്ളസംഘം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ എന്തോ ദ്രാവകം ഉരുകിയൊഴുകി അവരുടെ ദേഹത്ത് വീഴാൻ തുടങ്ങി. സഹിക്കാനാവാത്ത പൊള്ളലേറ്റ് പിടഞ്ഞ് നിലം പതിച്ച പലരും ഇഹലോകവാസം വെടിഞ്ഞു. വേറെയും ചിലരുടെ ദേഹത്ത് പൊള്ളുന്ന ദ്രാവക തുള്ളികൾ പതിച്ചപ്പോൾ അവർ മരണവെപ്രാളത്തോടെ പരക്കം പാഞ്ഞു. ആളുകൾക്ക് ആകപ്പാടെ അങ്കലാപ്പായി. ദ്രാവകത്തിൻ്റെ ഒഴുക്ക് അപ്പോഴും നിലച്ചിട്ടില്ലായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പള്ളിയങ്കണം ശൂന്യമായി. കവലയിൽ വീണ്ടും ശാന്തത കളിയാടി. കോപ്ലിൻ ട്രൂഫൈൽഫു പള്ളിയിൽ നിന്നും അത്ര അകലെയല്ലാത്ത ഒരിടത്ത് മാറി നിന്നുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകരോട് അടുത്ത പരിപാടി എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു. അയാൾ പോലും അറിയാതെ പറഞ്ഞുപോയി, പള്ളിക്കുള്ളിൽ കടന്നു ചെല്ലുക വിചാരിക്കുന്നതുപോലെ അത്ര എളുപ്പമല്ല. അത് കേട്ട് ഈജിപ്തിലെ ഡ്യൂക്ക് പറഞ്ഞു, അതാ അങ്ങോട്ട് നോക്കൂ, ആ രാക്ഷസൻ തീ കൊണ്ട് കളിക്കുന്നത് കണ്ടില്ലേ? അവൻ കോസിമോദോയാണ്. ആൾക്കൂട്ടത്തിലൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കോപ്ലിൻ ട്രൂഫൈൽഫു അടുത്തു നിന്നിരുന്ന ഒരാളോട് നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഗ്രിൻഷ്വാറിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആരോ പറഞ്ഞു, അയാളെ വഴിക്ക് വെച്ച് തന്നെ കാണാതായി. ആ സമയത്ത് ആർച്ച് ഡീക്കിൻ്റെ അനുജൻ ഷെഹാൻ ഫ്രോളോ ട്രൂഫൈലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഇവിടം എനിക്ക് സുപരിചിതമാണ്. ഗാലറിയുടെ ഒരു വശത്ത് ഒരു വാതിലുണ്ട്. എപ്പോഴും വെളിയിൽ നിന്നും തുറക്കാവുന്ന തരത്തിൽ സാക്ഷ്യം മാത്രമേ അതിനുള്ളൂ. അത് കേട്ട ഉടൻ തന്നെ ജനക്കൂട്ടം കരഘോഷം മുഴക്കിക്കൊണ്ട് തങ്ങളുടെ അഭിനന്ദനം ഷെഹാനെ അറിയിച്ചു. അസാമാന്യ ധൈര്യത്തോടെ ഒരേണിയുടെ സഹായത്താൽ ഷെഹാൻ ഗാലറിയിലേക്ക് കയറാൻ തുടങ്ങി. ഒരു പ്രതിമയ്ക്ക് പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന കോസിമോദോ ഷെഹാനെ തൊഴിച്ച് താഴെ തള്ളിയിട്ടു. അതിനുശേഷം മച്ചിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ലഹളക്കാരുടെ ഓരോ ചൂടുവെപ്പും ശ്രദ്ധിക്കാൻ തുടങ്ങി.
മലർന്നടിച്ച് വീണ ഷഹാൻ അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് ഒച്ച വെച്ചു. എടാ പൊട്ടാ, നിനക്ക് ഇതുവരെ ചെവി കേട്ടിരുന്നില്ല. ഇന്നു മുതൽ നിന്റെ കാഴ്ചയും ഇല്ലാതാകാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന ഒരു അമ്പും വില്ലും കയ്യിലെടുത്തു. വില്ലിൽ അമ്പ് തൊടുത്ത് കോസിമോദയുടെ നേർക്ക് വിട്ടു. അമ്പ് ചീറിപ്പാഞ്ഞ് കോസിമോദയുടെ തോളിൽ ചെന്ന് തറച്ചു. തൽക്ഷണം തോളിൽ നിന്ന് അമ്പ് ഊരിയെടുത്തിട്ട് അതിനെ വളച്ചൊടിച്ച് കഷ്ണങ്ങളാക്കിയതിനു ശേഷം കോസിമോദോ ഷഹാന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവൻ കോപാക്രാന്തനായി ഷഹാന്റെ പടച്ചിട്ടഴിച്ചു മാറ്റി ദൂരെ വലിച്ചെറിഞ്ഞിട്ട് അരയിൽ തൂക്കിയിട്ടിരുന്ന അവൻ്റെ വാള് പിടിച്ച് വാങ്ങിയിട്ട് അയാളുടെ കാലിൽ പിടിച്ച് തല കീഴായി പൊക്കിയെടുത്ത് പമ്പരം ചുഴറ്റുന്നതുപോലെ പല പ്രാവശ്യം വട്ടം കറക്കിയതിനു ശേഷം മച്ചിൻ്റെ നേർക്കെറിഞ്ഞു. നട്ടല് പൊട്ടി തലച്ചോറ് പുറത്തേക്ക് ചാടിയ ഷെഹാന്റെ മൃതശരീരം ചോര തെറിപ്പിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ ചിന്നിച്ചിതറി വീഴുന്നു കണ്ട് ജനക്കൂട്ടം രോഷാകുലരായി ആർത്തു വിളിച്ചു. ഓരോ തുള്ളി ചോരയ്ക്കും പകരം ഞങ്ങൾ ചോദിക്കും. ഒരു കൂനൻ തങ്ങളെ ഇത്രയും സമയം ചെറുത്തു നിന്നതിൽ അവർക്ക് ലജ്ജ തോന്നി. അവർ ഭീകരമായ ആവേശത്തോടെ ഒരു കയറിൻ്റെ സഹായത്താൽ പള്ളി ഗോപുരത്തിലേക്ക് പറ്റിപ്പിടിച്ച് കയറാൻ തുടങ്ങി. അന്നേരം നാൽക്കവലയിൽ എണ്ണമറ്റ തീപ്പന്തങ്ങൾ കത്തിയെരിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരുന്നു. അതിനിടെ നഗരത്തിലെ അപായമണികൾ ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു. കോസിമോദോ ആകെ തളർന്ന് അനങ്ങാൻ വയ്യാത്ത നിലയിലായി. ലായസ് മറാൽദയുടെ കാര്യമോർത്ത് അവൻ നടുങ്ങിപ്പോയി. എന്തെങ്കിലും ഒരു അത്ഭുത ശക്തി ലായസ് മറാൽദയെ കാത്തു രക്ഷിക്കണമേ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ അന്നേരം അവന് കഴിഞ്ഞുള്ളൂ. കോസിമോദോ ജിപ്സികളുടെ സൈന്യത്തെ കാണുന്നതിന് അല്പം മുമ്പ് ചക്രവർത്തി ലൂയി 11 ബസ്തിയൽ കോട്ടയിൽ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹം പാരീസിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിരുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പാരീസിൽ നിന്നും നേരെ മോന്തിലെ തൂറിലുള്ള കോട്ട സന്ദർശിക്കാനും അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു. ബസ്തിയൽ കോട്ട മറ്റ് കോട്ടകളേക്കാൾ സുരക്ഷിതമായതിനാൽ അദ്ദേഹം ചില രാത്രികളിൽ ബസ്തിയൽ കോട്ടയ്ക്കകത്തുള്ള കൊട്ടാരത്തിൽ തങ്ങാറുണ്ടായിരുന്നു. അന്നാണെങ്കിൽ അത്താഴ വിരുന്നിന് ഫ്ലെമിഷ് രാജദൂതന്മാരും ചക്രവർത്തിയുടെ അതിഥികളായി എത്തിയിരുന്നു. ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകന്മാരിൽ ഒരാളായ ഷാക്കെ ഷോർമാളു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിന് കൂടിയാണ് അദ്ദേഹം അന്ന് ബസ്തേലിൽ എത്തിയിട്ടുള്ളത്. അത്താഴം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഖജാൻജിയോട് വരവ് ചെലവുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ആരാഞ്ഞു. തൻ്റെ മുന്നിൽ വിനയാന്വിതനായി നിന്നിരുന്ന ഖജാൻജിയോട് അദ്ദേഹം കയർത്തു. ഇങ്ങനെ നിങ്ങൾ ദൂർത്തടിച്ച് ചെലവാക്കുകയാണെങ്കിൽ താമസിയാതെ നാം തെരുവ് തെണ്ടിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖജാൻജി ഒരു തടവ് പുള്ളിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിവരുന്ന ചെലവ് എത്രയാണെന്ന് അറിയിച്ചപ്പോൾ ചക്രവർത്തി നിർദ്ദേശിച്ചു. തൂക്കിലേറ്റാൻ വിധിച്ചവന് ആഹാരം എന്തിനു കൊടുക്കണം? അവനെ ഇന്നു തന്നെ തൂക്കിക്കൊല്ലുക. പാഴ്ചെലവുകൾ ഇല്ലാതാക്കാൻ ഇതുപോലുള്ള പല മാർഗങ്ങളും ചക്രവർത്തി നിർദ്ദേശിച്ചു. അതിനിടയിൽ കുറേ ഭടന്മാർ ഒരു തടവ് പുള്ളിയെ ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹം അയാളോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? പിയർ ഗ്രിൻഷ്വാർ. നിന്റെ തൊഴിൽ? ഞാനൊരു ദാർശനികനാണ്, കവിയും നാടകകൃത്തുമാണ്. ലഹളയിൽ പങ്കെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം നൽകാതെ ഗ്രീൻഷ്വാർ വളച്ചു കെട്ടി പറഞ്ഞു, കവികളെ സംബന്ധിച്ചിടത്തോളം രാത്രികാലത്ത് നിരത്തുകളിൽ അലഞ്ഞു നടക്കുന്നത് ഒരു വിനോദമാണ്. സൈനിക ഉദ്യോഗസ്ഥന്മാർ എന്നെ തെറ്റിദ്ധരിച്ച് കസ്റ്റഡിയിലെടുക്കുകയും എന്നെ കലാപകാരിയായി മുദ്ര കുത്തുകയും ചെയ്തു. എന്നാൽ ഞാനാണെങ്കിൽ ചക്രവർത്തി തിരുമനസിനോട് കൂറു പുലർത്തുന്നവനാണ്. ഞാൻ പറയുന്നത് അവിടുന്ന് ദയവായി വിശ്വസിക്കണം. എൻ്റെ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വേഷം കണ്ടിട്ടാണ് അവർ എന്നെയും സംശയിച്ചത്. ഒരു ദാർശനികനും സാഹിത്യകാരനുമായ എന്നെ മോചിപ്പിക്കുമെങ്കിൽ അങ്ങയുടെ പ്രശസ്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്നുള്ളത് നിശ്ചയമാണ്.
മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടിലിനെ കഴിവിലേറ്റിയിരുന്നെങ്കിൽ ചക്രവർത്തിയുടെ പ്രശസ്തിക്ക് മങ്ങലേൽക്കുമായിരുന്നില്ലേ? അതിനാൽ അങ്ങയുടെ ഈ ദാസനോട് അവിടുന്ന് കരുണ കാണിക്കണം. ചക്രവർത്തി ഉടനെ ആജ്ഞാപിച്ചു. ഇയാളെ ഉടൻ തന്നെ മോചിപ്പിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇവന് 2 കൊടുക്കാൻ മറക്കരുത്. ലഹള അടിച്ചമർത്തുക തന്നെ ചെയ്യുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അദ്ദേഹം ശയനമുറിയിലേക്ക് പോയി. കോട്ടയ്ക്കകത്തെ ജയിലിൽ നിന്ന് മോചിതനായ ഗ്രിൻഷ്വാർ പുറത്തേക്കിറങ്ങി. വഴിക്ക് വെച്ച് കറുത്ത കുപ്പായമണിഞ്ഞ ഒരാൾ ഗ്രിൻഷ്വാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇനിയും സമയമുണ്ട്. അത് കേട്ട് ഗ്രിൻഷ്വാർ ചോദിച്ചു, പള്ളിക്കുള്ളിലേക്ക് കടക്കാനുള്ള മാർഗം എന്താണ്? അത് കേട്ട് കറുത്ത കുപ്പായക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഗോപുരത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പള്ളിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള രഹസ്യവാതിലൂടെ നാം ആറ്റിൻ്റെ കരയിലെത്തും. ഇന്ന് രാവിലെ മുതൽ ഒരു കടത്തുവള്ളം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 2 പേരും നോത്രദാമിനെ ലക്ഷ്യമാക്കി നടന്നു. ജനക്കൂട്ടം പള്ളിക്കുള്ളിലേക്ക് ആർത്തിരമ്പി കയറുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ കോസിമോദോയ്ക്ക് കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ ഒരു സംഘം പട്ടാളക്കാർ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് ക്യാപ്റ്റൻ ഫാബുവിൻ്റെ നേതൃത്വത്തിൽ കലാപം അമർച്ച ചെയ്യുന്നതിന് എത്തിച്ചേർന്നു. പട്ടാളക്കാരെ കണ്ടയുടനെ കോസിമോദോ മതിമറന്ന് സന്തോഷിച്ചു. സൈന്യം ലഹളക്കാരെ നേരിട്ടപ്പോൾ ലഹളക്കാർ പല്ലും നഖവും ഉപയോഗിച്ച് ധീരമായി പോരാടിയെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സൈന്യത്തിൻ്റെ ആഗമനം നോത്രദാം പള്ളിക്ക് ചുറ്റും താമസിച്ചിരുന്ന ആൾക്കാരെയും ഉത്സാഹഭരിതരാക്കി. അവരും പട്ടാളത്തെ സഹായിക്കുന്നതിന് രംഗത്തിറങ്ങി. മുറിവേറ്റവരെയും മൃതി അടഞ്ഞവരെയും ഉപേക്ഷിച്ചുകൊണ്ട് കലാപകാരികൾ പലായനം ചെയ്യുന്നത് കണ്ട് കോസിമോദോ ആനന്ദ നൃത്തം ചെയ്തു. അളവറ്റ ഉല്ലാസത്താൽ ഭ്രാന്തിളകിയ അവൻ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ലായസ് മറാൾദ കിടന്നിരുന്ന മുറിയിലേക്ക് പാഞ്ഞു. പക്ഷേ അവിടം ഒഴിഞ്ഞുകിടന്നു. ആ ശൂന്യത അവനെ നടുക്കിക്കളഞ്ഞു. ലഹളക്കാർ പള്ളി വളഞ്ഞ സമയത്ത് ലായസ് മറാൾദ ഗാഠനിദ്രയിലായിരുന്നു. ഒച്ചയും ബഹളവും ഇടയ്ക്കിടെ ആട്ടിൻകുട്ടിയുടെ കരച്ചിലും കേട്ട് ഞെട്ടി ഉണർന്നവൾ പതുക്കെ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് ചെന്നു. കവലയിലേക്ക് നോക്കിയപ്പോൾ കലാപകാരികൾ കവലയിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. ബലം പ്രയോഗിച്ച് അക്രമമാർഗത്തിലൂടെ തന്നെ മോചിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടവരാണ് അവരെന്ന് അവൾക്ക് മനസ്സിലായി. എന്തും സംഭവിക്കാം, ഒരുപക്ഷെ ഇതിനിടയിൽപ്പെട്ട് മരിക്കാനും മതി എന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയ ലായസ് മറാൾദ ഫാബുവിനെ ഒരു നോക്കു കാണാൻ കൊതിച്ചു. ഏത് പരിതസ്ഥിതിയെയും വളരെ ലാഘവത്തോടെ നേരിടാനുള്ള മാനസിക നില അവൾ സ്വയം കൈവരിച്ചതുകൊണ്ട് യാതൊന്നും അറിയാനുള്ള ആകാംക്ഷ കൂടാതെ ഫാബുവിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരുടെയോ കാലൊച്ചു കേട്ടു. അടുത്ത നിമിഷത്തിൽ 2 ആളുകൾ അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് പെട്ടെന്ന് കയറി വന്നു. ഒരാളുടെ കയ്യിൽ മങ്ങിക്കത്തുന്ന ഒരു റാന്തലുണ്ടായിരുന്നു. പെട്ടെന്നുള്ള അവരുടെ വരവ് അതുവരെയും ശാന്തമായിരുന്ന അവളുടെ മനസ്സിൽ ഭീതിയുടെ നിഴൽ വിരിച്ചു. പരിഭ്രാന്തയായി തീർന്ന അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവരിലൊരാൾ പറഞ്ഞു, പേടിക്കേണ്ട, ഇത് ഞാനാണ്, പിയർ ഗ്രിൻഷ്വാർ. അവൾക്ക് ആശ്വാസമായി. മങ്ങിയ വെളിച്ചത്തിൽ അവൾക്ക് ഗ്രിൻഷ്വാറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കറുത്ത കുപ്പായക്കാരനെ മനസ്സിലായില്ല. അവളുടെ ആട്ടിൻകുട്ടിയും ഗ്രിൻഷ്വാറിനെ തിരിച്ചറിഞ്ഞു. അത് കവിയുടെ അടുത്തേക്ക് ചെന്ന് തൊട്ടുരുമി നിന്നു. ഉത്കണ്ഠാകുലയായ എസ് മറാൾദ അപരിചിതൻ കേൾക്കത്തക്കവണ്ണം ഗ്രിൻഷ്വാറിനോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നിങ്ങളുടെ കൂടെയുള്ളതാരാണ്? ഗ്രിൻഷ്വാറും അതേ സ്വരത്തിൽ പറഞ്ഞു, തൽക്കാലം ഒരു സുഹൃത്താണെന്ന് മാത്രം കരുതിയാൽ മതി. നിന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എല്ലാം വിസ്തരിച്ച് പറയാൻ നേരമില്ല. ഒന്നും ആലോചിക്കാതെ ഞങ്ങളുടെ കൂടെ പോരൂ, വേഗമാകട്ടെ.
ഒരൽപ്പം സംശയിച്ച് നിന്നിട്ട് അവരെ അനുഗമിക്കാൻ തന്നെ അവൾ ഉറച്ചു. ഏറ്റവും മുന്നിൽ ഒരു റാന്തലുമേന്തി ഗ്രിൻഷാറിൻ്റെ കൂട്ടുകാരൻ നടന്നു. തൊട്ട് പിന്നാലെ ലായസ് മറാൽദയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഗ്രിൻഷ്വാറും. എല്ലാവരുടെയും പിന്നിലായി ആട്ടിൻകുട്ടിയും. കറുത്ത വേഷധാരി വളരെ കരുതലോടെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് കടക്കാനുള്ള രഹസ്യവാതിൽ നേരത്തെ കരുതി വച്ചിരുന്ന ഒരു താക്കോൽ കൊണ്ട് തുറന്ന് രഹസ്യമാർഗത്തിൽ കൂടി നേരെ ആറ്റിൻ്റെ തീരത്തേക്ക് നടന്നു. മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരുന്ന കടത്തുവള്ളത്തിൽ കയറി. അതുവരെയും ലായസ് മറാൽദ അപരിചിതന്റെ മുഖം കണ്ടില്ല. അപരിചിതൻ അവൾക്ക് മുഖം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതുപോലെ തോന്നി. കറുത്ത കുപ്പായക്കാരൻ തോണി തുഴഞ്ഞു. കുറച്ചു നാളായി വേർപിരിഞ്ഞിരുന്ന ആട്ടിൻകുട്ടിയെ ഗ്രിൻഷ്വാർ സ്വന്തം മടിയിൽ കിടത്തിക്കൊണ്ട് അതിനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ടിരുന്നു. അപരിചിതനെക്കുറിച്ച് ഭയം തോന്നിയത് കാരണം ലായസ് മറാൽദ ഗ്രിൻഷ്വാറിനോട് ചേർന്നിരുന്നു. അപരിചിതൻ ഇരുണ്ട റാന്തലിന്റെ വെളിച്ചം സശ്രദ്ധം മറച്ചു വെക്കുന്നത് കണ്ട് അവളുടെ പേടി ഇരട്ടിയായി. ഗ്രിൻഷ്വാർ അവൾക്ക് മാത്രം കേൾക്കാൻ വേണ്ടി പറഞ്ഞു, "നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? പള്ളിക്ക് പുറത്ത് ഇപ്പോഴും ബഹളം നടക്കുകയാണ്. നീ അപകടത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ടുവെന്ന് ഈ സമയത്തും പറയാൻ കഴിയില്ല. എങ്കിലും ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. പള്ളി മണിയടിക്കുന്ന കൂനൻ കോസിമോദോ സ്വൽപ്പം മുമ്പാണ് ഒരുത്തനെ വകവരുത്തിയത്. അയാളുടെ നട്ടെല്ല് പൊട്ടിപ്പോയെന്നും തല പൊട്ടി തലച്ചോറ് പുറത്തേക്ക് വന്നുവെന്നും പറഞ്ഞത് കേട്ടു. അതാരാണെന്ന് നിനക്കറിയാമോ?" പെട്ടെന്ന് അപരിചിതൻ തുഴ മതിയാക്കി വിങ്ങിപ്പൊട്ടി കരഞ്ഞപ്പോൾ ലായസ് മറാൽദയുടെ മനസ്സാകെ പതറിപ്പോയി. ആ സ്വരം അവൾക്ക് പരിചിതമായിരുന്നു എന്നതാണ് കാരണം. അതെ, അയാൾ തന്നെ. അവളുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു. നോത്രദാമിലെ ബഹളം ആ വഞ്ചിയിലിരുന്നു കൊണ്ട് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അന്നേരം കുറെ പട്ടാളക്കാർ തീപ്പന്തങ്ങളുമേന്തി പള്ളിയിൽ നിന്നുകൊണ്ട് ജിപ്സി, മന്ത്രവാദിനി എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നത് തോണിയിലിരുന്ന ലായസ് മറാൽദയ്ക്ക് വ്യക്തമായും കേൾക്കാൻ കഴിഞ്ഞു. ഭയപ്പെട്ട് അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി. തോണി അക്കരെ എത്തിയ ഉടൻ തന്നെ മുഖംമൂടി ധരിച്ചിരുന്ന കറുത്ത കുപ്പായക്കാരൻ കരയ്ക്കിറങ്ങാൻ അവൾക്ക് കൈനീട്ടി. ഗ്രിൻഷ്വാറാകട്ടെ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ആട്ടിൻകുട്ടിയുമായി വേഗം നടന്നു പോകുന്നത് കണ്ട് അവൾ അന്താളിച്ച് നിന്നുപോയി. ഭയപ്പെട്ട് കിടുകിടെ വിറച്ചുകൊണ്ടിരുന്ന അവൾക്ക് ഉറക്കെ നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ അവളുടെ നാവിളകിയില്ല. അതിനിടെ അപരിചിതൻ അവളെ മുറുകെ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ആ സമയത്ത് സമീപത്തുള്ളൊരു വീട്ടിലെ മെഴുകുതിരി വെളിച്ചം കണ്ട് പ്രത്യാശയോടെ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ച് ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമം അവൾ നടത്തി നോക്കി. നിലവിളി കേട്ട് ഒരു റാന്തലുമായി ഒരാൾ ജനാലക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കുകയും അടുത്ത നിമിഷത്തിൽ ജനാല വലിച്ചടച്ചുകൊണ്ട് മറയുകയും ചെയ്തപ്പോൾ അവൾ ആകെ തളർന്നുപോയി. എങ്കിലും വളരെ പാടുപെട്ട് ഒരുവിധം സമനില കൈവരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, "നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ?" അപരിചിതൻ മറുപടി പറയാൻ നിൽക്കാതെ അവളോട് നടക്കാൻ പറഞ്ഞു. അവൾ പ്രേതബാധിതയെപ്പോലെ പറഞ്ഞതനുസരിച്ച് അപരിചിതനായ ആ മനുഷ്യൻ്റെ പിന്നാലെ നടന്നു. ഒടുവിൽ അവൾ തൻ്റെ കൺമുമ്പിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു കഴുമരം കണ്ട് ഞെട്ടി പിൻവാങ്ങിയ ഉടൻ തന്നെ അജ്ഞാത മനുഷ്യൻ മുഖംമൂടി മാറ്റി. ഒരു പിശാചിനെ പോലെ ഭയാനകമായി പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആർച്ച് ഡീക്കിനെ കണ്ട് അവൾ അമ്പരന്ന് പോയി. അദ്ദേഹം പരുഷമായ സ്വരത്തിൽ പറഞ്ഞു, "ഇപ്പോൾ നിന്റെ ജീവൻ എൻ്റെ കരങ്ങളിലാണ്. ഇത് പ്ലാസ് ദ ഗ്രേവാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. പറയുന്നതനുസരിക്കുമെങ്കിൽ നിനക്ക് നന്മയുണ്ടാകും. ഫാബുവിനെ മറന്നേക്കൂ. അവൻ്റെ പേര് പോലും മേലാൽ ഉച്ചരിക്കരുത്. പാർലമെൻറ്റ് നിന്നെ വധിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ നിന്നെ മോചിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ സമയത്തും നിയമപാലകർ നിന്നെ തിരക്കി അലയുന്നുണ്ട്." ഇത്രയും പറഞ്ഞിട്ട്
ആർച്ച് ഡീക്കൻ അവളോട് നോത്രദാമിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു. ലായസ് മറാൾദ അങ്ങോട്ട് നോക്കിയപ്പോൾ ആർച്ച് ഡീക്കൻ പറഞ്ഞത് നേരാണെന്ന് അവൾക്ക് മനസ്സിലായി. ജിപ്സി പെണ്ണ് എവിടെ പോയി തുലഞ്ഞു എന്ന് അട്ടഹസിക്കുന്ന പട്ടാളക്കാരുടെ അലർച്ച അവളുടെ ചെവിയിലും വന്നലച്ചു. ആർച്ച് ഡീക്കൻ തൻ്റെ സ്വരം അല്പമൊന്ന് മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു. എന്നോടുള്ള കടുത്ത വിരോധം നിനക്ക് ദോഷം ചെയ്യും. ഇതിനകം ഞാൻ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നിനക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. ഒന്ന് ഈ കഴുമരത്തെ, അല്ലെങ്കിൽ എന്നെ. ആർച്ച് ഡീക്കൻ്റെ പിടിയിൽ നിന്നും കുതറിമാറാൻ ശ്രമം നടത്തിക്കൊണ്ട് അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു, എനിക്ക് മുന്നിൽ കാണുന്ന ഈ കഴുമരത്തെ ഒട്ടും ഭയമില്ല. പക്ഷേ നിങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. അപ്പറഞ്ഞത് കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആർച്ച് ഡീക്കൻ തുടർന്നു, നിന്റെ പ്രേമഭാജനമായി തീരുന്നതിന് എനിക്ക് യോഗ്യതയ്ക്ക് വല്ല കുറവുമുണ്ടോ? എന്നിട്ടും നീ എന്നെ വെറുക്കുന്നു. എന്തുകൊണ്ടോ എൻ്റെ പാണ്ഡിത്യവും പൗരോഹിത്യവും അനുശാസിക്കുന്ന അച്ചടക്കവും എല്ലാം നിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു പോകുന്നു. ഒരിക്കൽ നീ കാരണം എൻ്റെ മനസ്സിൽ ജ്വലിക്കാനിടയായ വികാരാഗ്നി ഇന്നും നശിക്കാതെ ആളിപ്പടരുകയാണ്. ഫാബുവിൻ്റെ മരണത്തിനും ഇതുതന്നെ കാരണം. പക്ഷേ എല്ലാത്തിനും കാരണം നീയല്ലാതെ മറ്റാരുമല്ല. ഇത്രയും പറഞ്ഞിട്ട് ലായസ് മറാൾദയെ അമ്പരപ്പിച്ചുകൊണ്ട് ആർച്ച് ഡീക്കൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് യാചനാ നിർഭരമായ ദൃഷ്ടികളോടെ അവളുടെ നേർക്ക് നോക്കിക്കൊണ്ട് മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു. ലായസ് മറാൾദയാകട്ടെ യാതൊരു ഭാവമാറ്റവും കൂടാതെ ദൃഢസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ദുഷ്ടനും നീചനും കൊലപാതകിയുമാണ്. അത് കേട്ട് അദ്ദേഹം പ്രതികാരത്തോടെ അട്ടഹസിച്ച് അവളെ തൻ്റെ കൈക്കുള്ളിൽ മുറുകെ ബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ നിന്റെ അടിമയാക്കിയില്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ യജമാനായിരിക്കും. മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു രഹസ്യമുണ്ട്. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യറ നോത്രദാം പള്ളിയിലുണ്ട്. നിന്നെ വലിച്ചിഴച്ച് അതിനുള്ളിൽ കൊണ്ടിടും. ഒന്നുകിൽ നീ എൻ്റേതാകും, അല്ലെങ്കിൽ നരകയാതനകൾ അനുഭവിച്ച് അവിടെ കിടന്ന് ചത്ത് ചീഞ്ഞളിയും. അത് പറയുമ്പോൾ കോപത്താലും കാമത്താലും ആർച്ച് ഡീക്കൻ്റെ കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. വികാരമടക്കാനാകാതെ ഉന്മത്തനെ പോലെ അദ്ദേഹം അവളുടെ ദേഹത്ത് ചുംബിക്കാൻ ഒരുങ്ങിയപ്പോൾ ലായസ് മറാൾദ അദ്ദേഹത്തെ പിടിച്ചു തള്ളിക്കൊണ്ട് അലറി വിളിച്ചു, മാറി നിൽക്കൂ. എൻ്റെ ദേഹത്ത് തൊട്ടാൽ തൻ്റെ കഷണ്ടി തലയിലെ ബാക്കിയുള്ള നരച്ച രോമം കൂടി പിഴുത് ഞാൻ മാറ്റും. ഞാൻ എന്നും ഫാബുവിൻ്റേതായിരിക്കും. അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ എനിക്കാവില്ല. നിങ്ങളെ ഞാൻ അതികഠിനമായി വെറുക്കുന്നു. ആർച്ച് ഡീക്കൻ സഹിക്കാനാകാത്ത ക്രോധാവേശത്തോടെ പല്ല് കടിക്കുകയും അവളെ വീണ്ടും കടന്നു പിടിക്കുകയും നിഷ്കരുണം ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് റോളൻസ് ടവറിൻ്റെ അടുത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ടവറിന് സമീപമെത്തിയപ്പോൾ അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, അവസാനമായി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നിനക്ക് എൻ്റെ കൂടെ കഴിയാൻ എന്താണിത്ര വിഷമം? അവൾ പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. അത് കേട്ട് ആർച്ച് ഡീക്കൻ ഉറക്കെ റോളൻസ് ടവറിലെ സിസ്റ്റർ ഗുദ്ദൂളിനെ വിളിച്ചു. സിസ്റ്റർ ഗുദ്ദൂൾ നിമിഷങ്ങൾക്കുള്ളിൽ ജനാലയ്ക്കരികിൽ വന്നു. ജിപ്സി പെണ്ണിനെ കണ്ട മാത്രയിൽ സന്യാസിനിയുടെ രക്തം പ്രതികാരദാഹത്താൽ തിളച്ചു. ആർച്ച് ഡീക്കൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് അവർ ലായസ് മറാൾദ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവളെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. ഇതിനിടെ ആർച്ച് ഡീക്കൻ നോത്രദാമിൻ്റെ നേർക്ക് കുതിച്ചു. പേടിച്ച് വിറച്ച് ആകെ തളർന്ന് അവശയായി തീർന്ന ലായസ് മറാൾദയ്ക്ക് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാനാകാതെ അവിടെ തന്നെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവളുടെ ചെവിയിൽ കുതിരകളുടെ കുളമ്പടി ശബ്ദം പതിച്ചു. ആർച്ച് ഡീക്കൻ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഗുദ്ദൂൾ അവളോട് ഒരു തരം ഭ്രാന്തമായ ആവേശത്തോടെ പറഞ്ഞു, നിന്നെ കഴിവേറ്റി കഴിഞ്ഞെങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ. ലായസ് മറാൾദ അവരുടെ നേരെ
ദയനീയ ഭാവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തിട്ടുള്ളത്? ഉടൻ തന്നെ സിസ്റ്റർ ഗുദ്ദൂൾ വിറയാർന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു. നിന്റെ വംശത്തിൽപ്പെട്ടവരാണ് എൻ്റെ ജീവിതം തുലച്ചത്. ഈജിപ്തിൻ്റെ സന്തതിയാണ് നീയും. എൻ്റെ കുഞ്ഞ്, എൻ്റെ പിഞ്ചോമന, പാവം, അതിന് ജിപ്സികൾ തട്ടിക്കൊണ്ടുപോയി. അതിനെ അവർ കൊന്നു തിന്നു. നിനക്കറിയാമോ, ഞാൻ ഇക്കഴിഞ്ഞ 15 വർഷമായി ഈ ചുമരിൽ തല തല്ലി കീറുന്നു. അതിന് എനിക്ക് പ്രതികാരം ചെയ്യണം. ഇത്രയും പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് നോക്കി അവർ സ്വരമുയർത്തി പറഞ്ഞു. ജിപ്സി അമ്മമാരെ, ഇതാ നോക്കൂ, നിങ്ങളുടെ മകളും മരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അത് കാണണ്ടേ? കുതിരകളുടെ കുളമ്പടി ശബ്ദം അടുത്തു വരുന്നത് കേട്ട് ലായസ് മറാൾദ അവരോട് കേണപേക്ഷിച്ചു. അത് പട്ടാളക്കാർ വരുന്നു. അവർ എന്നെ പിടിച്ചുകൊണ്ട് പോകും. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കേ കഴിയൂ. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇത് സത്യമാണ്. എന്നെ ദയവായി വിശ്വസിക്കൂ. എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയുമോ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്ഥിതി പരിതാപകരം തന്നെ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ തിരക്കുന്നു. അതേ സ്ഥിതിയിലാണ് ഞാനും എൻ്റെ മാതാപിതാക്കന്മാരെ തേടി അലയുന്നു. വികാരവിവശയായി തീർന്ന സിസ്റ്റർ ഗുദ്ദൂൾ ഒരു ചെരുപ്പ് അവളെ കാണിച്ചുകൊണ്ട് വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. ഈ ചെരുപ്പ് നോക്കൂ. എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഇത് മാത്രമേ എൻ്റെ പക്കലുള്ളൂ. ഇതിനോടൊപ്പമുണ്ടായിരുന്ന ആ ചെരുപ്പ് എവിടെയാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ ഞാൻ നിനക്ക് മാപ്പ് തരാം. അത് ലോകത്തിൻ്റെ ഏത് കോണിലെങ്കിലും ആകട്ടെ, ഞാൻ അവിടം വരെ ഇഴഞ്ഞെങ്കിലും എത്തിച്ചേരും. അസഹ്യമായ വിക്ഷോഭത്തോടെ ലായസ് മറാൾദ സിസ്റ്റർ ഗുദ്ദൂളിനോട് അഭ്യർത്ഥിച്ചു. ചെരുപ്പ് എന്നെ ഒന്നുകൂടി കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിടുക്കത്തിൽ തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഒരു കൊച്ചു സഞ്ചി അഴിക്കാൻ ആരംഭിച്ചു. അതഴിച്ചു കഴിഞ്ഞ നിമിഷം സന്യാസിനി സന്തോഷം കൊണ്ട് ഭ്രാന്തിളകി നിലവിളിച്ചു. എൻ്റെ പൊന്നു മോളെ! ലായസ് മറാൾദ സഞ്ചിയിൽ നിന്നും പുറത്തേക്കെടുത്ത ചെരുപ്പും മറ്റേ ചെരുപ്പുമായി ഒത്തു നോക്കിയിട്ട് എൻ്റെ അമ്മയെന്ന് അറിയാതെ ഉറക്കെ നിലവിളിച്ചുപോയി. അവർ അവളുടെ കരങ്ങളിൽ ചുംബന വർഷം ചൊരിഞ്ഞു. അവരുടെ കണ്ണുകളിൽ നീർച്ചാലുകൾ ഒഴുകി. അവർ മകളെ കെട്ടിപ്പുണർന്നു. മകളുടെ അരയിൽ കൈകൾ ചുറ്റി അവളെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു. എന്ത് വില കൊടുത്തു മോളെ, നിന്നെ ഞാൻ രക്ഷിക്കും. അളവറ്റ ആനന്ദം കൊണ്ട് ഉന്മത്തയായ സിസ്റ്റർ ഗുദ്ദൂൾ മുറിക്കുള്ളിൽ ഓടി നടന്ന് ആടുകയും പാടുകയും ചെയ്തു. ഇടയ്ക്കിടെ മകളെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ജിപ്സികൾ നല്ലവരാണ്, പക്ഷേ ഞാൻ അവരെ തെറ്റിദ്ധരിച്ചു. നീ ഇതിലെ കടന്നു പോകുമ്പോഴെല്ലാം നിന്നെ ഞാൻ ശപിച്ചിരുന്നു. നീയൊരു ജിപ്സി ആയതുകൊണ്ട്. ഞാൻ എത്ര ക്രൂരമായിട്ടാണ് നിന്നോട് പെരുമാറിയത്. ഇങ്ങനെ പറഞ്ഞ് അവർ മകളെ മടിയിലിരുത്തി മുടി ചീകി ഒതുക്കി. പിന്നെയും അവളുടെ കയ്യിലും നെറ്റിയിലും കണ്ണിലും മാറി മാറി ഉമ്മ വച്ചു. വികാര പാരവശ്യത്താലും ആനന്ദത്താലും വീർപ്പുമുട്ടിയ ലായസ് മറാൾദ മധുരമായി വിളിച്ചു. എൻ്റെ പൊന്നമ്മേ! മകളുടെ തേൻമൊഴി മാതാവിൻ്റെ ചെവികളിൽ അമൃതവർഷം ചൊരിഞ്ഞു. അമ്മ മകളെ ഓർമ്മിപ്പിച്ചു. ഒട്ടും സമയമില്ല, ഉടനെ ഇവിടം വിടണം. റെയിം എന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് സ്വത്തുണ്ട്. നിനക്ക് റെയിമിനെ പറ്റി ഓർമ്മയുണ്ടോ? ഞാൻ എത്ര മണ്ടിയാണ്. നിനക്ക് എങ്ങനെ ഓർക്കാൻ കഴിയും? അന്ന് നിനക്ക് 4 മാസം പ്രായം. അന്നും നീ ഇതുപോലെ സുന്ദരിയായിരുന്നു. എനിക്കെൻ്റെ മോളെ വീണ്ടു കിട്ടിയെന്ന് ആരെങ്കിലും കേട്ടാൽ അവർ അത് വിശ്വസിക്കില്ല. ലായസ് മറാൾദ സിസ്റ്റർ ഗുദ്ദൂളിൻ്റെ അടുത്ത് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അമ്മേ, എൻ്റെ വളർത്തമ്മ സ്നേഹനിധിയായ ഒരു ജിപ്സിയായിരുന്നു. കഴിഞ്ഞ വർഷം അവർ മരിച്ചുപോയി. അവരാണ് ഈ കൊച്ചു സഞ്ചിയും ഈ രക്ഷയും എൻ്റെ കഴുത്തിൽ കെട്ടിയത്. വളർത്തമ്മ എന്നോട് പറഞ്ഞിരുന്നു, ഇതിൻ്റെ സഹായത്താൽ നീ എന്നെങ്കിലും ഒരിക്കൽ നിന്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്തുമെന്ന്. നിനക്ക് നിന്റെ പെറ്റമ്മയെ കിട്ടിയല്ലോ. ഇനി നീ എന്തിനു വിഷമിക്കണം?
എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഗുദ്ദുൾ മകളെ വീണ്ടും വാരിപ്പുണർന്നു. അന്നേരം നോത്രദാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതിരപ്പട പോകുന്ന ശബ്ദം കേട്ട് ഭീതിയോടെ ലായസ് മറാൽദ പറഞ്ഞു, അമ്മേ, അവർ എന്നെ പിടിച്ചുകൊണ്ടു പോകാൻ വരികയാണ്. സന്യാസിനിയുടെ മുഖം പൊടുന്നനെ വിളറി വെളുത്തു. അവർ മകളോട് ചോദിച്ചു, മോളെ, അത്രയ്ക്ക് നീ എന്തു വലിയ കുറ്റമാണ് ചെയ്തത്? ലായസ് മറാൽദ ഉടനെ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിലും എനിക്ക് വിധിച്ചിരിക്കുന്നത് മരണശിക്ഷയാണ്. അത് കേട്ട് നടുങ്ങിപ്പോയ സിസ്റ്റർ ഗുദ്ദുൾ വേദന കൊണ്ട് പൊളഞ്ഞു. ലായസ് മറാൽദ അപ്പോൾ പറഞ്ഞു, അതാ ആ കാണുന്നതാണ് കഴുമരം. എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. സിസ്റ്റർ ഗുദ്ദുൾ വാത്സല്യവും വേദനയും മുറ്റി നിൽക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, 15 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കെൻ്റെ മോളെ കിട്ടി. ലോകത്തിലുള്ള ഒരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല. ചില കാൽപെരുമാറ്റങ്ങൾ കേട്ട് തിരിഞ്ഞു നോക്കിയതിനു ശേഷം സിസ്റ്റർ ഗുദ്ദുൾ ലായസ് മറാൽദയുടെ ചെവിയിൽ മന്ത്രിച്ചു, ആരോ വരുന്നു. ഇപ്പോൾ പുറത്തേക്കിറങ്ങിയാൽ അപകടം സംഭവിക്കും. നീ ആ മൂലയ്ക്ക് ചെന്ന് ഒളിച്ചിരിക്കണം. ഞാൻ നിന്നെ തിരക്കി വരുന്നവരോട് ജിപ്സി പെണ്ണ് എൻ്റെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്ന് കള്ളം പറയാം. സിസ്റ്റർ ഗുദ്ദുൾ ഉടൻ തന്നെ പാത്രങ്ങളും മറ്റ് സാധനങ്ങളും പെറുക്കി നിരത്തി താൽക്കാലികമായി ഒരു മറ സൃഷ്ടിച്ച് അതിനുള്ളിൽ മകളെ ഒളിച്ചിരുത്തി. എന്നിട്ട് അവിടെ നിന്നും അല്പമകലെ മാറി മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആർച്ച് ഡീക്കൻ്റെ ശബ്ദം അവിടെയാകെ മുഴങ്ങിക്കേട്ടു. ഫാബു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഫാബുവിൻ്റെ പേര് കേട്ട് മറയ്ക്കുള്ളിലിരുന്ന ലായസ് മറാൽദ ഞെരിപിരി കൊണ്ടു. സിസ്റ്റർ ഗുദ്ദുൾ അവളോട് അനങ്ങിപ്പോകരുതെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഒരൽപ്പം കഴിഞ്ഞ് ക്യാപ്റ്റൻ സന്യാസിനിയുടെ അടുത്തെത്തി. അദ്ദേഹം റോളൻസ് ടവറിലെ ഏകാന്തവാസിനിയോട് ബഹുമാന പുരസ്സരം ആരാഞ്ഞു. ഞാനിവിടെ വന്നത് ഒരു മന്ത്രവാദിനിയെ തിരക്കിയാണ്. അവളെ ഇന്ന് തന്നെ കഴിവിലേറ്റാനുള്ളതാണ്. അതാണ് പാർലമെൻറ്റിൻ്റെ കൽപ്പന. അവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. സന്യാസിനി ഒന്നും തന്നെ മനസ്സിലാകാത്ത മട്ടിൽ പറഞ്ഞു. അത് കേട്ട് ക്യാപ്റ്റൻ വിശദീകരിച്ചു കൊടുത്തു. നോത്രദാം പള്ളിയിലെ ആർച്ച് ഡീക്കൻ ഒരു പെൺകുട്ടിയെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നുവല്ലോ. അവളിപ്പോൾ എവിടെയാണ്? സന്യാസിനി ഒരു വിധത്തിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു. ഞാൻ അവളെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൾ വല്ലാത്തവളാണ്. എൻ്റെ കയ്യിൽ കടിച്ച് മുറിവേൽപ്പിച്ചു. കഠിനമായ വേദന കാരണം എൻ്റെ പിടി വിട്ടുപോയി. എന്നെ പറ്റിച്ച് അവൾ എവിടേക്കോ കടന്നു കളഞ്ഞു. സന്യാസിനി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ പട്ടാളക്കാരോട് തിരച്ചിൽ തുടരാൻ ആജ്ഞ കൊടുത്തു. അവർ നോത്രദാമിൽ പലയിടത്തും അവളെ തിരക്കി. കുതിരപ്പട സ്ഥലം വിടുന്നു കണ്ട് സന്യാസിനി ലായസ് മറാൽദയ്ക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, മോളെ, ദൈവം നിന്നെ കാത്തുരക്ഷിച്ചു. പേടിച്ച് വിറച്ച് ഒരു മൂലയ്ക്ക് പതുങ്ങിയിരുന്ന ലായസ് മറാൽദ ഫാബുവിൻ്റെ സംസാരം കേട്ട് അനിർവചനീയമായ ഒരു തരം ഉൾവിളിയോടെ ജനാലക്കരികിലേക്ക് ഓടിച്ചെന്ന് തെരുവിലേക്ക് നോക്കി ആവുന്നത്ര ഉച്ചത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. ഫാബു, ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ക്യാപ്റ്റൻ ഫാബു കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. തൽക്ഷണം ക്രിസ്റ്റൻ എന്ന പട്ടാള ഉദ്യോഗസ്ഥനെ അവളെ പിടിച്ചു കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം യാത്രയായി. സിസ്റ്റർ ഗുദ്ദുൾ മകളെ തടയുകയും ശബ്ദിക്കാതിരിക്കാൻ അവളുടെ വായ് പൊത്തുകയും ചെയ്തു. ഇതിനകം അവൾ ക്രിസ്റ്റിൻ്റെ കണ്ണിൽപ്പെട്ടു. കോപത്തോടെ അയാൾ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വെടിക്ക് 2 പക്ഷി. സന്യാസിനിയും ആള് മോശക്കാരിയല്ല. ഭടന്മാർ സിസ്റ്റർ ഗുദ്ദുളിനെ തള്ളി മാറ്റിക്കൊണ്ട് ലായസ് മറാൽദയെ കടന്നു പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അത് കണ്ട് സന്യാസിനി പൈശാചികമായി അട്ടഹസിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഇവളെൻ്റെ മകളാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവളൊരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട്
അവിടെ കിടന്നിരുന്ന പാറ കഷ്ണങ്ങളെടുത്ത് അവരുടെ നേർക്കെറിഞ്ഞു. അവർ ഏറുകൊള്ളാതെ ഒഴിഞ്ഞു മാറി. സിസ്റ്റർ ഗുദൂൾ പല്ല് കടിച്ച് സിംഹിയെപ്പോലെ അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. ലായസ് മറാൽദയുടെ കൈക്ക് പിടിച്ച് വലിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയതിനു ശേഷം അവർ ഭടന്മാരോട് കയർത്തു. നിങ്ങൾ കൊള്ളക്കാരും കൊലപാതകികളുമാണ്. നിങ്ങൾക്കുമില്ലേ കുട്ടികൾ? എന്തിനെൻ്റെ മകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നു? ഇത്രയും പറഞ്ഞിട്ട് തളർന്ന് വിവശയായി സന്യാസിനി ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോൾ അവരുടെ ചുണ്ടുകൾ വിതുമ്പി, എൻ്റെ മോളെ രക്ഷിക്കണേ. അല്പം കഴിഞ്ഞ് സന്യാസിനി ഞെട്ടിയുണർന്നു. ലായസ് മറാൽദയെ പിടിച്ചുകൊണ്ടു പോകാൻ 3 പേർ മുന്നോട്ട് കുതിക്കുന്നു കണ്ട് കരളുരുകുന്ന സ്വരത്തിൽ അവർ അപേക്ഷിച്ചു, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ കഥ കേൾക്കണം. ഇവൾ എൻ്റെ മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജിപ്സി ഇവളെ കട്ടുകൊണ്ടുപോയി. 15 വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടി. ഇവൾ എൻ്റെ കൂടെ കഴിയട്ടെ. ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുന്നു. ക്രിസ്റ്റൻ്റെ കഠോര ഹൃദയം പോലും ആർദ്രമായി. ഒരു വിധത്തിൽ അയാൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. രാജകൽപ്പന അനുസരിച്ചേ പറ്റൂ. ക്രിസ്റ്റൻ ഭടന്മാരുടെ ചെവിയിൽ മന്ത്രിച്ചു, ഇവളെ പിടിച്ചുകൊണ്ട് പോകുവിൻ. ലായസ് മറാൽദ അമ്മയെ ഗാഢം പുണർന്നുകൊണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഭടന്മാരുടെ കരസ്പർശമേറ്റപ്പോൾ അവൾ ബോധശൂന്യയായി. സന്യാസിനി മകളെ മുറുകെ പിടിച്ചു. പിടിവിടാൻ കൂട്ടാക്കിയില്ല. പടയാളികൾ 2 പേരെയും വലിച്ചിഴച്ചുകൊണ്ട് കഴുമരത്തിൻ്റെ അടുത്തേക്ക് പോയി. അവർ ലായസ് മറാൽദയുടെ കഴുത്തിൽ കൊലക്കയറിൻ്റെ കുരുക്കിട്ടു. അപ്പോൾ അവൾ മിഴിച്ചു നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, ദയവായി എനിക്ക് ജീവിക്കണം. ഭടന്മാർ സന്യാസിനിയെ ബലം പ്രയോഗിച്ച് തള്ളിമാറ്റി. സന്യാസിനി തളർന്നു നിലത്തു വീണു. മാരകമായ വീഴ്ചയായിരുന്നു അത്. അവരുടെ തല പൊട്ടി രക്തമൊഴുകി. അസഹനീയമായ വേദന കൊണ്ട് ഒരു നിമിഷം അവർ നിലത്ത് കിടന്നുരുണ്ടു. അടുത്ത നിമിഷം അവർ നിശ്ചലയായി. അഗാധമായ നിശബ്ദത അവിടെയെങ്ങും തളം കെട്ടി നിന്നു. അപ്പോഴേക്കും ലായസ് മറാൽദ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു കഴിഞ്ഞിരുന്നു. ലായസ് മറാൽദയുടെ മുറി ശൂന്യമാണെന്നും അവളെ തട്ടിക്കൊണ്ടുപോയി എന്നും മനസ്സിലാക്കിയ കോസിമോദോ കോപവും താപവും കൊണ്ട് നിലത്ത് തൊഴിച്ചു. അവൻ അവളെ തേടി പള്ളിക്കകത്ത് മുഴുവൻ ഓടി നടന്നു. പട്ടാളക്കാർ അവളെ തിരയുന്നത് അവൻ കണ്ടു. തെണ്ടിപ്പടയിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനായിരിക്കും എന്നവൻ തെറ്റിദ്ധരിച്ചു. പള്ളിയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും ലായസ് മറാൽദയെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കാത്തതിനാൽ കോസിമോദോ തളർന്ന മനസ്സുമായി ജീവിതത്തിൽ സർവവും നഷ്ടപ്പെട്ടവനെ പോലെ ലായസ് മറാൽദ കിടന്നിരുന്ന മുറിയിൽ ചെന്ന് ഭിത്തിയിൽ തല തല്ലിച്ചതച്ചു. അവൻ വാടിത്തളർന്ന് കിതച്ച് നിലത്ത് വീണു. ബോധം വീണപ്പോൾ അവൻ അവൾ കിടന്നിരുന്ന കിടക്കയിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. പെട്ടെന്നവൻ അതിൽ കയറി കിടന്നുകൊണ്ട് തിരിയാനും മറിയാനും തുടങ്ങി. പിന്നീട് ചാടി എഴുന്നേറ്റ് ചാകാനൊരുങ്ങി കൽച്ചുമരിൽ പിന്നെയും തലയിട്ടടിച്ചു. വീണ്ടും നിലംപതിച്ചു. സ്വൽപ്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ഭ്രാന്തനെ പോലെ ലായസ് മറാൽദ കിടന്നിരുന്നിടത്ത് ആവേശത്തോടെ വികാരവിവശനായി ഉമ്മവെച്ചു. അവളെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കുമെന്ന് അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. മുറിക്കുള്ളിലേക്ക് വരാറുള്ള കോണിപ്പടി വാതിലിൻ്റെ താക്കോൽ ആർച്ച് ഡീക്കൻ്റെ കയ്യിലാണെന്ന് അവനറിയാമായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ ഒരിക്കൽ ആർച്ച് ഡീക്കൻ ലായസ് മറാൽദയെ പിടികൂടാൻ ഒരുമ്പെട്ട ചിത്രം തെളിഞ്ഞു മിന്നി. അന്ന് അവനും അദ്ദേഹത്തിൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. പിന്നീടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രമം തടസ്സപ്പെടുത്തിയതും അവൻ തന്നെ. ലായസ് മറാൽദയെ കാണാത്തതിൽ നിശ്ചയമായും ആർച്ച് ഡീക്കൻ്റെ കൈയുണ്ടെന്ന് അവൻ ബലമായി വിശ്വസിച്ചു. ആ സംശയം അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ചെയ്തു. മനോവേദനയോടെ അവൻ ഇതുപോലെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർച്ച് ഡീക്കൻ ഗോപുരമുകളിൽ നിന്നുകൊണ്ട് അതീവ ശ്രദ്ധയോടെ കീഴ്പോട്ട് നോക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു.
അദ്ദേഹം എന്താണ് നോക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ശബ്ദമുണ്ടാക്കാതെ ചെന്നായെപ്പോലെ പതുങ്ങി പതുങ്ങി ആർച്ച് ഡീക്കൻ്റെ പിന്നിൽ ചെന്ന് നിന്നു. ഈജിപ്തുകാരിയെ എന്ത് ചെയ്തുവെന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ കോസിമോദോ വെമ്പൽ കൊണ്ടു. അദ്ദേഹം മറ്റൊരു ലോകത്തിലായിരുന്നെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിപഥത്തെ പിന്തുടരാൻ തുടങ്ങി. അവൻ്റെ തിരിച്ചുവിട്ട കണ്ണ് പ്ലാസ് ദ ഗ്രേവിൽ പതിച്ചു. അവിടെ നാട്ടിയിരുന്ന കഴുമരത്തിന് ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. ഒരു സ്ത്രീയെ ചുമലിലേറ്റിക്കൊണ്ട് ഒരാൾ കഴുമരത്തിൻ്റെ പടി കയറുകയായിരുന്നു. അത് ഒരു യുവതിയുടേതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ കഴുത്തിൽ കൊലക്കയർ ചുറ്റിയിരുന്നു. പ്രസ്തുത രംഗം ശരിക്കും നോക്കിക്കാണുന്നതിന് ആർച്ച് ഡീക്കൻ വെമ്പൽ കൊള്ളുന്നത് കോസിമോദോ ശ്രദ്ധിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആരാച്ചാർ ചവിട്ടുപടി തട്ടിമാറ്റി കളഞ്ഞു. യുവതി കഴുമരത്തിൽ തൂങ്ങിക്കിടന്ന് പിരിയുകയും പുളയുകയും പിടയുകയും ചെയ്യുന്നത് കോസിമോദോ കണ്ടു. ആർച്ച് ഡീക്കൻ കഴുത്ത് നീട്ടിപ്പിടിച്ച് കഴുമരത്തെ സൂക്ഷിച്ചു നോക്കുകയും മനുഷ്യത്വം പാടെ വെടിഞ്ഞ ഒരാൾക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ രാക്ഷസീയമായി അട്ടഹസിക്കുകയും ചെയ്തു. കോസിമോദോയ്ക്ക് എല്ലാം മനസ്സിലായി. അവൻ അദ്ദേഹത്തെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ഏതാനും അടി പുറകോട്ട് മാറിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണു. അവൻ തൻ്റെ ഭീമങ്ങളായ കൈകൾ കൊണ്ട് സ്വന്തം വളർത്തച്ഛനെ താഴത്തെ അഗാധതയിലേക്ക് ഉന്തിത്തള്ളിയിട്ടു. കീഴ്പോട്ട് വീണ അദ്ദേഹത്തെ ഒരു ഓവ് താങ്ങി നിർത്തി. അതിൽ അള്ളിപ്പിടിച്ച് തൂങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം ദയനീയമായി സഹായത്തിനു വേണ്ടി നിലവിളിക്കാൻ വാ തുറന്നു. പക്ഷേ ഭയാനകവും പ്രതികാരരൂക്ഷവുമായ കോസിമോദോയുടെ മുഖം കണ്ട് അദ്ദേഹം നിശബ്ദനായി. വേണമെങ്കിൽ അവന് ആ നിമിഷം അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവൻ അദ്ദേഹത്തിൻ്റെ നേർക്ക് പിന്നെ നോക്കിയതേയില്ല. അവനൊരു നെടുവീർപ്പിട്ടുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ പ്ലാസ് ദ ഗ്രേവിലെ കഴുമരത്തിലേക്ക് നോക്കി മൂകനായി നിന്നു. ആർച്ച് ഡീക്കൻ്റെ കഷണ്ടിത്തലയിലും മുഖത്തും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഓവിൻ്റെ ഒരറ്റത്തുള്ള ഒരു ഈയക്കുഴലിലാണ് അദ്ദേഹത്തിന് പിടികിട്ടിയത്. കുതിച്ചു പൊങ്ങി ഓവിൽ കയറിപ്പറ്റാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ കൈകൾക്ക് കരിങ്കല്ലിൽ അള്ളിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. നിലം പതിക്കാൻ ഇനി നിമിഷങ്ങളെ വേണ്ടൂ എന്ന ചിന്ത ആർച്ച് ഡീക്കൻ്റെ മനസ്സിൽ ഇരുട്ട് നിറച്ചു. സ്വന്തം ഭാരം താങ്ങാനാവാതെ അദ്ദേഹത്തിൻ്റെ കൈകൾ കുഴഞ്ഞു. കീഴ്പോട്ട് അഗാധതയിലൂടെ നിരത്തിലേക്ക് നോക്കിയപ്പോൾ പാറകളുടെ കൂമ്പാരം കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം പിടിച്ചു തൂങ്ങിയ ഈയക്കുഴൽ അല്പാൽപ്പം വളയാൻ തുടങ്ങി. അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും താൻ ജീവിച്ചിരിക്കില്ല എന്നോർത്തപ്പോൾ ഭയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടൽ പോലും ത്രസിച്ചു. അദ്ദേഹം ഒന്നുകൂടി കീഴ്പോട്ട് നോക്കി. പിന്നെ തല പൊക്കി കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചു. ഈയക്കുഴൽ വളഞ്ഞൊടിഞ്ഞു. പെട്ടെന്ന് ആർച്ച് ഡീക്കൻ്റെ വിരലുകൾ പിടിവിട്ടൂർന്നുപോയി. അദ്ദേഹം അഗാധതയിലേക്ക് തെറിച്ചു വീണു. അദ്ദേഹം വീഴുന്നത് ഒരു തരം നിർവികാരതയോടെ കോസിമോദോ നോക്കിക്കൊണ്ട് നിന്ന് പിറുപിറുത്തു. ഞാൻ ഈ ജീവിതത്തിൽ സ്നേഹിച്ചത് മുഴുവനും നശിച്ചു. അന്ന് സന്ധ്യയ്ക്ക് നീതിന്യായ ഉദ്യോഗസ്ഥന്മാർ ആർച്ച് ഡീക്കൻ്റെ ചിന്നിച്ചിതറിയ മൃതദേഹം മാറ്റാൻ ചെന്നപ്പോൾ നോത്രദാം പള്ളിയിൽ ഒരിടത്തും കോസിമോദോയെ കാണാനില്ലായിരുന്നു. അതേ ചൊല്ലി ജനങ്ങൾക്കിടയിൽ പല കാര്യങ്ങളും പ്രചരിക്കുകയുണ്ടായി. ഏതായാലും പിന്നീട് ഒരിക്കലും അവനെ ആരും കണ്ടിട്ടില്ല. അവനെന്തു സംഭവിച്ചു എന്നത് കുറേ നാളത്തേക്കെങ്കിലും അജ്ഞാത രഹസ്യമായി അവശേഷിച്ചു. പ്രസ്തുത സംഭവം നടന്നിട്ട് 1.5 വർഷം കൂടി കഴിഞ്ഞ് ഒരിക്കൽ നോത്രദാമിൽ ശവമിടുന്ന നിലവറയിൽ ഒളിവിയൽ ദീനിൻ്റെ മൃതദേഹത്തിനു വേണ്ടി തിരച്ചിൽ നടത്തുകയുണ്ടായി. ഷാർലെ 8ാമൻ മഹാരാജാവ് തിരുമനസ് മൃതദേഹത്തിന് പ്രത്യേക മാനുകൂല്യം അനുവദിച്ചതുകൊണ്ട് മൃതദേഹം മാന്യതയുള്ള മറ്റൊരു ശവകുടീരത്തിൽ അടക്കം ചെയ്യാൻ വേണ്ടിയായിരുന്നു തിരച്ചിൽ നടത്തിയത്. നിലവറ തിരഞ്ഞ കൂട്ടത്തിൽ അസാധാരണമായ നിലയിലുള്ള 2 അസ്ഥി പഞ്ചരങ്ങൾ
തിരച്ചിൽ നടത്തിയവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് ഒരു സ്ത്രീയുടേതായിരുന്നു. കഴുത്തിൽ ഒരു കല്ലുമാലയും ഒരൊഴിഞ്ഞ സഞ്ചിയും തൂക്കിയിട്ടിരുന്നു. എന്ത് കാരണത്താലോ അവയിൽ ആരും കൈവച്ചിരുന്നില്ല. സ്ത്രീയുടെ അസ്ഥിപഞ്ജരത്തെ മുറുകെ പുണർന്നിരുന്നത് ഒരു പുരുഷന്റെ അസ്ഥിപഞ്ജരമായിരുന്നു. അതിൻ്റെ നട്ടെല്ല് വളഞ്ഞിരുന്നു. ഒരു കാൽ മറ്റേതിനേക്കാളും നീളം കുറഞ്ഞതായിരുന്നു. കഴുത്തിലെ അസ്ഥികൾക്ക് കേട് സംഭവിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തൂക്കിലേറ്റപ്പെട്ട ഒരാളിൻ്റെ അസ്ഥിപഞ്ജരമല്ലായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ സ്വമേധയാ നിലവറയിൽ ചെന്നുകിടന്ന് മരിച്ചതായിരിക്കണം എന്ന് അനുമാനിക്കപ്പെട്ടു. സ്ത്രീയുടേതിൽ നിന്ന് പുരുഷന്റെ അസ്ഥിപഞ്ജരത്തെ വേർപെടുത്താൻ ഒരുമ്പെട്ടപ്പോൾ അത് തകർന്ന് പൊടിഞ്ഞുപോയി. നോത്രദാമിലെ കൂനൻ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. വിക്ടർ യൂഗോയുടെ ഈ നോവൽ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.